ഹലോ എവരിവൺ, ഇന്ന് എംബ്രോയിഡറിയുടെ ആറാമത്തെ ക്ലാസ് ആണ്. ഇതുവരെയുള്ള എല്ലാ ക്ലാസ്സുകളും ഞാൻ പ്ലേലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരെ അതൊക്കെ ഒന്ന് കണ്ടു നോക്കണേ. ഇന്ന് നമ്മൾ രണ്ട് സ്റ്റിച്ചുകളാണ് പഠിക്കുന്നത്. അതിൽ ഫസ്റ്റ് സ്റ്റിച്ചിന്റെ പേര് കൗച്ചിങ് എന്നാണ്. സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്ട്രീറ്റ് ലൈൻ വരച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ രണ്ട് നീഡിൽ രണ്ട് കളർ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. 6 സ്റ്റാൻഡ്സിൽ ത്രെഡ് എടുത്തിട്ട് ഞാൻ അതിൻ്റെ ഒരറ്റത്ത് നോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് 12 സ്റ്റാൻഡ്സിലും ചെയ്യാം. 12 സ്റ്റാൻഡ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് 6 സ്റ്റാൻഡ്സ് ത്രെഡ് ഇട്ടതിന് ശേഷം അതിനെ രണ്ടറ്റവും കൂടിയിട്ട് ഒന്നിച്ചിട്ട് കെട്ടിട്ട് കൊടുത്താൽ മതി. ഫസ്റ്റ് ഒരു കളർ ത്രെഡ് ഇതുപോലെ എടുത്തിട്ട് നമ്മൾ ഡിസൈൻ കണക്കാക്കിയിട്ട് ത്രെഡ് മൂവ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ട് ഞാൻ ത്രെഡ് സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത കളർ ത്രെഡ് എടുത്തിട്ട് ഈ ത്രെഡിന് മുകളിലൂടെ ഓവർലാപ്പ് ചെയ്തിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാണ്. ഇപ്പോൾ അടിയിലുള്ള ഈ ത്രെഡ് മൂവ് ആവാതെ ഇവിടെ ലോക്കായിട്ട് നിന്നോളും. ഇതുപോലെ ഈക്വൽ ഗ്യാപ്പ് വിട്ടിട്ട് ഡിസൈൻ ഫുള്ളായിട്ട് ലോക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഡിസൈൻ എൻഡ് ചെയ്യുന്ന സമയത്ത് ഈ അടിയിലെ ത്രെഡ് ഇതുപോലെ താഴോട്ടേക്ക് എടുത്തിട്ട് രണ്ട് ത്രെഡും ഒന്നിച്ച് പിടിച്ചിട്ട് നമുക്ക് അടിയിൽ നോട്ട് ഇട്ട് കൊടുക്കാം. അത് ഞാൻ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് കാണിച്ചു തരാം. ഞാനൊരു സിമ്പിൾ ഫ്ലവർ ഡിസൈൻ വരച്ചിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് നോക്കാം. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അടിയിലെ ത്രെഡ് ലൂസായിട്ട് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ വലിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഡിസൈൻ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന്റെ അടിയിൽ കെട്ടിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ രണ്ട് ത്രെഡുകളും പിടിച്ചിട്ട് നല്ല ടൈറ്റ് ആയിട്ട് കെട്ടിക്കൊടുത്താൽ മതി കേട്ടോ. ഇപ്പൊ ഞാൻ ഈ ഫ്ലവറിന് രണ്ട് ലീഫൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള ഡിസൈൻസ് നമുക്ക് ബെഡ്ഷീറ്റിലും പില്ലോ കേസിലൊക്കെ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. അടുത്തത് കൗച്ചിങ്ങിന്റെ ഒരു വേരിയേഷൻ ആയിട്ടുള്ള ഓവർ കൗച്ചിങ് എന്ന് പറയുന്ന സ്റ്റിച്ചാണ്. ഈ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടും രണ്ട് കളർ ത്രെഡ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു ത്രെഡ് ഞാൻ 6 സ്റ്റാൻഡ്സിൽ എടുത്തിട്ട് അതിന്റെ രണ്ടറ്റവും കൂടിയിട്ട് ഒന്നിച്ചിട്ടാണ് കെട്ടിട്ട് കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ ഇത് 12 സ്റ്റാൻഡ്സ് ആയിട്ടുണ്ട്. മറ്റേ ത്രെഡ് ഞാൻ 6 സ്റ്റാൻഡ്സിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഈ 12 സ്റ്റാൻഡ്സിൽ വരുന്ന ത്രെഡ് അടിയിൽ പോവും. അതിനെ ഓവർലാപ്പ് ചെയ്തിട്ടാണ് ഈ 6 സ്റ്റാൻഡ്സിലുള്ള ത്രെഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. നേരത്തെ നമ്മൾ കൗച്ചിങ് സ്റ്റിച്ചിൽ ചെയ്ത പോലെ തന്നെ ഡിസൈനിനനുസരിച്ചിട്ട് അടിയിലെ ത്രെഡ് മൂവ് ചെയ്ത് കൊടുക്കണം. ഈ അടിയിലെ ത്രെഡിനെ ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന വിധത്തിലാണ് രണ്ടാമത്തെ സ്റ്റിച്ച് ചെയ്യേണ്ടത്. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അടിയിലെ ത്രെഡ് ഒട്ടും പുറത്തേക്ക് കാണരുത്. അതുകൊണ്ട് തന്നെ അടിയിലെ ത്രെഡ് നമുക്ക് വേണമെങ്കിൽ സെയിം കളർ എടുക്കാം. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ രണ്ട് കളർ എടുത്തിട്ടുള്ളത്.
കൗച്ചിങ്ങിനേക്കാളും ഓവർ കൗച്ചിങ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ സമയം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഓവർ കൗച്ചിങ് ചെയ്യുന്ന സമയത്ത് ഫ്ലവർ ഡിസൈൻസ് ചെയ്യുന്നതിന് പകരം എന്തെങ്കിലും ജോമെട്രിക് ഡിസൈൻസോ അല്ലെങ്കിൽ ഒരു സ്റ്റാറിന്റെ ഒക്കെ ഡിസൈൻസ് വരച്ചിട്ട് അതിന് ചുറ്റും ഓവർ കൗച്ചിങ് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. ഇതുപോലുള്ള സ്റ്റിച്ചും നമ്മൾ പില്ലോ കേസിലും ബെഡ്ഷീറ്റിലും അതുപോലെ കുഷ്യൻ കവറിലൊക്കെ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. ഇന്ന് ഞാൻ 2 സ്റ്റിച്ചുകളാണ് കാണിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് 3-4 സ്റ്റിച്ചുകൾ കൂടി പഠിക്കാനുള്ളൂ. അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ കവർ ചെയ്യാൻ നോക്കാം. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബീഡ്സ് വർക്കാണ് പഠിക്കാനുള്ളത്. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.